നമസ്കാരം. മീനി മീഡിയയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ എന്നും ചർച്ച ചെയ്യുന്ന വിഷയമാണ് സെയിൽസും മാർക്കറ്റിങ്ങും. അതിൽ ഏറെയും നമ്മൾ ജീവിതത്തിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ ഒരു ആക്സെപ്റ്റൻസ് സ്വഭാവത്തിക്കുക. നമ്മൾ കസ്റ്റമറായിക്കോട്ടെ, വീട്ടിലായിക്കോട്ടെ, കുടുംബത്തിലായിക്കോട്ടെ, ഇല്ല നമ്മൾ കൂട്ടുകാരുടെ കൂടെ ആയിക്കോട്ടെ, ഏത് കാര്യത്തിൽ ഏത് സാഹചര്യം ആയിക്കോട്ടെ, വെയിലോ മഴയോ എന്ത് കാര്യമായിക്കോട്ടെ, നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്നൊരു മനോഭാവത്തിൽ അദ്ദേഹം അങ്ങനെയാണ്, അങ്ങനെ തന്നെ ആക്സെപ്റ്റ് ചെയ്യാൻ നമ്മൾ തയ്യാറാകുക. എൻ്റെ ഭർത്താവ് ഇങ്ങനെയാണ്, അദ്ദേഹത്തെ പറഞ്ഞ് ശരിയാക്കാൻ നമുക്ക് സാധിക്കില്ല. നമ്മൾക്ക് മാത്രമേ നമ്മൾ മാറ്റം വരുത്താൻ സാധിക്കൂ. ഞാൻ ഇപ്പം ഒരുപാട് വീഡിയോസ് കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട്. വളരെ ചുരുക്കം ആൾക്കാരാണ് അത് കാണുന്നത്. കുറേ ആൾക്കാർ കണ്ടു എന്ന് ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഓണാക്കി വെച്ചിട്ട് പോകും. അത് ശ്രദ്ധിക്കുന്നില്ല, പഠിക്കുന്നില്ല. ഞാൻ അവരെ പഠിപ്പിച്ച് ശരിയാക്കാമെന്ന് വിചാരിച്ചാലോ അത് നടക്കില്ല. അവരങ്ങനെയാണ്. എത്രയോ ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്, ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. ചിലപ്പോൾ അവർ വിചാരിക്കുന്നത് എനിക്കെന്തെങ്കിലും ഗുണം കിട്ടുന്ന കാര്യമായതുകൊണ്ട് പറയുന്നതാണ്. പക്ഷെ എൻ്റെ ഉദ്ദേശശുദ്ധി മനസ്സിലാക്കുന്നില്ല. പക്ഷെ എനിക്ക് അവരോട് പരിതാപമോ ഒന്നുമില്ല. ആക്സെപ്റ്റൻസ് മൈൻഡ് ഉണ്ടാവുക, ആക്സെപ്റ്റ് ചെയ്യുക, അങ്ങനെ നമ്മളിത് സ്വീകരിക്കുക. അവരങ്ങനെ തന്നെ എടുത്താൽ മതി. നമുക്ക് ചില കസ്റ്റമർ ഉണ്ടാവും, അവർ നമ്മൾ റിജക്റ്റ് ചെയ്തിട്ടുണ്ടാവും. അവരങ്ങനെയാണ്. ഇനി അവരെ നമുക്ക് ഒരിക്കലും ശരിയാക്കാൻ പറ്റില്ല. അവരെ നമ്മൾക്ക് ബോധിപ്പിച്ച് കൺവിൻസ് ചെയ്ത് ശരിയാക്കി എടുക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ നമ്മൾ കുടുംബത്തിലായാലും കൂട്ടുകാരുടെ ഇടയിലായാലും നമ്മൾ അവരതേ രീതിയിൽ ആക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കുക. പ്രശ്നങ്ങളില്ല. നമ്മൾ മാറാൻ തയ്യാറായാൽ മതി. നമ്മൾ മാറുക. അവരെ നന്നാക്കാൻ ശ്രമിച്ചിട്ട് ഒരു കാര്യമില്ല, അവർ നന്നാവില്ല. ഇനി അവർ നന്നായിട്ടേ നമ്മൾ അവരെ സ്വീകരിക്കാൻ പറ്റുമെന്ന് വിചാരിക്കേണ്ട, അവരെ ആക്സെപ്റ്റ് ചെയ്യാം. അപ്പം ആ മനോഭാവം ഉണ്ടാക്കിയെടുത്താൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് വിജയത്തിലേക്ക് എത്താൻ സാധിക്കും. അതേ രീതിയിൽ ഇപ്പം നമ്മുടെ ഭാര്യമാർ, ഭർത്താക്കന്മാർ, അമ്മ, അച്ഛൻ, അമ്മായിമ്മ, അച്ഛൻ, കൂട്ടുകാർ, ആരായാലും അവരെ നമ്മൾ നന്നാക്കാൻ ശ്രമിച്ചിട്ട് ഒരു കാര്യമില്ല. നമ്മൾ എന്ത് ചെയ്യുക, നമ്മളിൽ മാറ്റം വരുത്തുക, നമുക്ക് മുന്നോട്ട് പോവുക. അവർ ഏത് രീതിയിലാണുള്ളത് അവരതേപടി നമ്മൾ സ്വീകരിക്കുക. എന്നിട്ട് അവിടെ വെക്കേണ്ട സ്ഥലത്ത് വെപ്പിക്കുക. അവിടെ അവരുടെ സ്ഥലത്ത് വെക്കാം. ചിലപ്പോൾ നമ്മൾ അസൂയോട് പെരുമാറുന്ന കൂട്ടുകാരുണ്ടാവും. അവരങ്ങനെയാണ് എന്ന് വെച്ചിട്ട് അവരോട് ദേഷ്യം കാണിക്കോ വെറുപ്പ് കാണിക്കോ ഒന്നും ആവശ്യമില്ല. അവരതേ രീതിയിൽ നമ്മൾ സ്വീകരിക്കുക. അവരെ വെക്കേണ്ട സ്ഥലത്ത് വെച്ച് നമ്മൾ മുന്നോട്ട് പോകാം. എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു.